നമസ്കാരം, ഞാൻ ഡോക്ടർ അഭിജിത്ത് മോഹൻ, ആലിക്കൽ ആയുർവേദ ഹോസ്പിറ്റലിലെ കൺസൾട്ടിംഗ് ഡോക്ടറാണ്. ഇവിടെ പ്രധാനമായിട്ടും വെരിക്കോസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കേസാണ് ഞാൻ കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ വെരിക്കോസ് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റി നമുക്ക് ജസ്റ്റ് ആദ്യം ഒന്ന് പറയാം. നമ്മുടെ കാലിലേക്ക് പ്രത്യേകിച്ച് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ തന്നെ പാരമ്പര്യമായിട്ട് ഉണ്ടാവുന്നുണ്ട്, അതേപോലെ നമ്മുടെ ഈ പറഞ്ഞ ഭക്ഷണ രീതി കൊണ്ടുണ്ടാവാം, അതല്ലാതെ നമ്മുടെ ജീവിത ശൈലി കൊണ്ടുണ്ടാവാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വെരിക്കോസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ജസ്റ്റ് കാലിൽ വെയിൻസ് തടിച്ചത് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കോളം നിർബന്ധമൊന്നുമില്ല. പക്ഷേ അത്തരത്തിൽ ബുദ്ധിമുട്ട് തുടങ്ങിയാൽ അത് പ്രധാനമായിട്ട് അതിന്റെ ലക്ഷണങ്ങൾ പറയുന്നത് കാലിനുണ്ടാകുന്ന മസിൽ പിടുത്തം, അതേപോലെ ഈ പറഞ്ഞ വേദന, അല്ലെങ്കിൽ ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ വർഷങ്ങളോളം അത് ഉണങ്ങാൻ നിൽക്കുന്ന ഒരു അവസ്ഥ, ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അതേപോലെ വിട്ടുമാറാതെ അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് പെട്ടെന്നൊന്നാവുന്ന മസിൽ പിടുത്തമോ, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നിൽക്കുന്ന സമയത്ത് കാലിന് ഉള്ളിലേക്ക് വലിക്കുന്ന വേദനയോ ഒക്കെ ഉണ്ടാവുന്നത് വെരിക്കോസിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ ലക്ഷണങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാലിനുള്ളിൽ രക്തയോട്ടം വളരെ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുവരുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ പറഞ്ഞ നമ്മുടെ ഇവിടെ പ്രധാനമായിട്ട് ചെയ്ത രക്തമോക്ഷ ചികിത്സ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതായത് നമ്മുടെ ഈ വെയിൻസിനകത്ത് സെഡിമെന്റ് ചെയ്യാൻ സാധ്യതയുള്ളതും ആയിട്ടുള്ള അശുദ്ധ രക്തത്തിനെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മളിവിടെ പൊതുവെ ചൂസ് ചെയ്യുക. അങ്ങനെ വളരെ നല്ല സക്സസ് റേറ്റ് കാണിക്കാറുമുണ്ട്. അതേപോലെ തന്നെ അൾസേഴ്സ് ഒക്കെ വളരെ നമുക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ ഹീലിംഗും കിട്ടാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളാണ് നമ്മളിവിടെ ഫോളോ ചെയ്ത് പോകുന്നത്. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വിളിക്കാവുന്നതാണ്.